പണ്ടുകാലത്ത് പലർക്കും ഓപ്പറേഷൻ ഒരു പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ഇന്ന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുടെ കാലമാണ്. വയർ തുറക്കാതെ ഒരു കുഞ്ഞു ദ്വാരത്തിലൂടെ സർജൻ വേദനയില്ലാതെ ഓപ്പറേഷൻ പൂർത്തിയാക്കും. മൂന്നാം നാൾ ആശുപത്രി വിടാം. മുറിവുകളില്ല, വേദനകളില്ല, ആശുപത്രിവാസവും വേണ്ട. ഈ നൂറ്റാണ്ടിൻ്റെ സർജറിയാണ് ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. എല്ലാ പ്രേക്ഷകർക്കും മെഡിസിറ്റി മെഡിവിഷനിലേക്ക് സ്വാഗതം. മെഡിസിറ്റി മെഡിവിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു പ്രത്യേകതരം ശസ്ത്രക്രിയ, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ലാപ്രോസ്കോപ്പി. ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തരം സർജറിയാണിത്. അതേപോലെ തന്നെ ആൾക്കാരുടെ ഇടയ്ക്ക് കൺഫ്യൂഷനുള്ള ഒരു ടൈപ്പ് സർജറിയാണിത്. ഇതിൻ്റെ ഗുണങ്ങൾ, ഇതിൻ്റെ ദോഷങ്ങൾ, ഏതൊക്കെ രോഗികളിൽ ഇത് ചെയ്യാം, എങ്ങനെ ചെയ്യുന്നത്, ആരാണിത് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മളോട് സംസാരിക്കാൻ വളരെ പ്രഗത്ഭനായ, ഈ രംഗത്ത് വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്, എസ്പെഷ്യലി ലാപ്രോസ്കോപ്പിയിൽ, ഡോക്ടർ ജോഷി ജോൺ. ഡോക്ടറിനെ ഡോക്ടർ MS, അതുപോലെ തന്നെ DNB, MCH, FRCS, ഗ്യാസ്ട്രോ എൻട്രോളജി പ്ലസ് ലാപ്രോസ്കോപ്പി സർജറിയിലെ ഡിഗ്രി എടുത്തൊരു അദ്ദേഹമാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ വൺ ഓഫ് ദ ഫാക്കൽറ്റിയാണ്. കൂടാതെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ ഹെഡുമാണ്. ഡോക്ടറിനെ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറോട് സംസാരിക്കാം. എന്താണ് ലാപ്രോസ്കോപ്പിക് സർജറി, അല്ലെങ്കിൽ മറ്റ് സർജറി, സാധാരണ സർജറിയിൽ എങ്ങനെ ഇത് ഡിഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സാധാരണഗതിയിലുള്ള സർജറിയും ലാപ്രോസ്കോപ്പിക് സർജറിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതിൻ്റെ ആക്സസിലാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർജറി എങ്ങനെ അവിടം വരെ എത്തുന്നു എന്നുള്ളതാണ്. ഓപ്പൺ സർജറിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, വയറ്റിൽ നീളത്തിൽ ഒരു ഇൻസിഷൻ അഥവാ ഒരു ഓപ്പണിംഗ് ഇട്ടിട്ട് അതിപ്പം ഏത് ഓർഗനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നീളത്തിലും പൊസിഷനിലും ചെയ്തിട്ട് ചെയ്യും. നേരെ മറിച്ച് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ നമ്മൾ 3-4 ചെറിയ കിഴുത്തകൾ ഇട്ടിട്ട് അതിനകത്തോടെ ഒരു ടെലസ്കോപ്പ് ഇറക്കി വയറ്റിനകത്തുള്ള അവയവങ്ങൾ ഒരു TV മോണിറ്ററിൽ കണ്ടുകൊണ്ടാണ് സർജറി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടും നമുക്ക് മാഗ്നിഫൈഡ്, ഓൾമോസ്റ്റ് 5 to 6 times മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിഷനിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. കുറച്ചുകൂടെ പ്രിസിഷൻ സർജറി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ കൈകൊണ്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കീഹോൾ സർജറി വഴി ആക്സസ് ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റിന് വേറെ അധികം ഗുണങ്ങളും ഇതിനെക്കൂട്ടും ഉണ്ട്. സാധാരണ ഇതിലൊരു കൺഫ്യൂഷൻ പേഷ്യൻസിനിടയ്ക്ക് ഉണ്ട്. ഇതിന് ശരിക്കും അനസ്തീഷ്യ വേണോ, അനസ്തീഷ്യ കൊടുത്തിട്ടാണോ ഇത് ചെയ്യുന്നത്? അതൊരു ആൾക്കാരുടെ ഇടയിലൊരു കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് അഥവാ കീഹോൾ സർജറി എന്ന് പറയുന്നത് സാധാരണ സർജറിനെക്കാട്ടിൽ വളരെ ലളിതമായിട്ടുള്ളൊരു സിമ്പിൾ സംഭവം ആണ് എന്നുള്ളത്. അതൊരിക്കലും അല്ല. അത് ലാപ്രോസ്കോപ്പിക് സർജറി കൊണ്ട് നമ്മൾ ആ ചെയ്യുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആക്സസ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് അനസ്തീഷ്യയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, അപ്പം ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെർണിയ സർജറി, നമ്മൾ ഓപ്പൺ സർജറിയിലാണെന്നുണ്ടെങ്കിൽ അത് അരയ്ക്ക് താഴോട്ട് തരിപ്പിച്ചിട്ട് സ്പൈനൽ അനസ്തീഷ്യ അല്ലെങ്കിൽ റീജിയണൽ അനസ്തീഷ്യ വഴി ചെയ്യാം. പക്ഷേ ലാപ്രോസ്കോപ്പിയിൽ ഒരിക്കലും റീജിയണൽ അനസ്തീഷ്യയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വയറ്റിനകത്തിട്ട് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്. അത് പേഷ്യൻറ്റിന് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതുള്ളത് കൊണ്ട് പേഷ്യൻറ്റ് ജനറൽ അനസ്തീഷ്യ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അനസ്തേഷ്യയുടെ ഡ്യൂറേഷൻ ആ സർജറി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? ഏത് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളതിന്
പൊതുവേ ഈ കീഹോൾ സർജറി ഓപ്പൺ സർജറിയെക്കാട്ടി കൂടുതൽ സമയം എടുക്കുന്നതാണ്. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ കുറവുണ്ടാവുന്നുള്ളൂ. സർജറി സാധാരണഗതിയിൽ നല്ല ദൈർഘ്യമുള്ളതാണ്. എസ്പെഷ്യലി കുറച്ച് മേജർ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ ദൈർഘ്യമുള്ളതാകും. പിന്നെ ഇതിന് സെറ്റപ്പ് ടൈമും ഉണ്ട്. കീഹോൾ സർജറിക്ക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള സമയം കൂടുതലെടുക്കും. മറ്റേതിനെ എല്ലാത്തരം ഓപ്പറേഷൻസും ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും? 100% ഇല്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഒരു പക്ഷേ ഒട്ടുമിക്ക സർജറികളും ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യാം എന്ന് പറയാം. കാരണം ഇത് ലാപ്രോസ്കോപ്പിക് സർജറി തുടങ്ങുന്നത് ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് ബാക്ക് ഒരു ഫ്രഞ്ച് സർജൻ ഒരു ഗോൾ ബ്ലാഡർ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തതിനെ തുടർന്നാണ് ഈ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് പിത്തസഞ്ചി റിമൂവ് ചെയ്ത് പിത്തസഞ്ചിയിൽ സ്റ്റോണിൻ്റെ അസുഖത്തിന് റിമൂവ് ചെയ്തതിലാണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത്. ബട്ട് ഓവർ ദീസ് 20-25 ഇയേഴ്സ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് മാത്രം ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചും ആൾക്കാരുടെ എക്സ്പെർട്ടൈസും കോമ്പിറ്റൻസും ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചും കുറെ കൂടെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറീസ് പോലും ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലുള്ളൊരു കാര്യം പലതും ചെയ്യാം, പക്ഷേ എല്ലാം അത് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളത് അതിൻ്റെ വേറൊരു വശമാണ്. ഇപ്പം ഏതൊരു സർജറി സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻറ്റിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പുള്ളിക്ക് 2 തരത്തിലുള്ള ആഘാതം അഥവാ ട്രോമ ഉണ്ട്. ഈ ട്രോമ സർജറിയുടേതായിട്ട് ട്രോമ ഉണ്ട്. അത് നമുക്ക് വി കാൺ ഹെൽപ്പ് ഇറ്റ്. കാരണം ഏത് സർജറി ചെയ്തപ്പോൾ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു ട്രോമയുണ്ട്. പക്ഷേ രണ്ടാമത്തെ ട്രോമ ഈ ഓർഗനിൽ എത്തുന്നതിനുള്ള ആക്സസിൻ്റെ ട്രോമ. ഇപ്പം ഈ ആക്സസിൻ്റെ ട്രോമ സർജറിയുടെ ട്രോമേനെക്കാട്ടി കൂടുതലാണെങ്കിൽ അത് ലാപ്രോസ്കോപ്പി ഒരു ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് ആണ് ആ പ്രൊസീജിയറിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രോമ ഒഴിവാവുകയാണ്. സർജറിയുടെ മാത്രം ട്രോമയുള്ളൂ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗോൾ ബ്ലാഡറിന് സർജറി നമുക്കിപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതിന് അതിനൊരു 10 സെൻറ്റിമീറ്റർ ഇൻസിഷൻ ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രോമ വളരെ വലുതാണ്. നേരെ മറിച്ച് അത് ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യുമ്പോൾ ആ ഭാഗമില്ല. ഓൺ ദി അതർ ഹാൻഡ് ഒരു മേജർ ലിവറിന് അല്ലെങ്കിൽ പാൻക്രിയാസിനുള്ള സർജറി ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യാം, പക്ഷേ അതിനുള്ള ആക്സസിൻ്റെ ട്രോമ വലുതാണ്. അപ്പം എത്രമാത്രം അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വി ഹാവ് ടു വേ ദ റിസ്ക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ. ഒരു പേഷ്യൻ്റ് ഡോക്ടറെ അപ്രോച്ച് ചെയ്യാണ്, ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡോക്ടറാണോ തീരുമാനിക്കേണ്ടത് പേഷ്യൻ്റ് ആണോ തീരുമാനിക്കേണ്ടത് ലാപ്രോസ്കോപ്പി വേണോ എന്നുള്ളത്? സംശയമൊന്നും വേണ്ട, ആ കാര്യത്തിൽ ഡോക്ടർ തന്നെ ആയിരിക്കണം ദി ഫൈനൽ വേർഡ്. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ കീഹോൾ സർജറി എന്താണെന്ന് അറിയാണ്ടാണ് പലപ്പോഴും ആൾക്കാർ കീഹോൾ സർജറി വേണം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സിറ്റുവേഷൻസ് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഇതിന് ഏറ്റവും ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയാവുന്നത് ഹെർണിയ സർജറിയാണ്. ഹെർണിയ സർജറി ഒരു കോൺട്രവേഴ്സ്യൽ ആസ്പെക്റ്റാണ്. പലപ്പോഴും ഇപ്പോഴും ഓപ്പൺ സർജറി തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് വാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഞാൻ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും വി ഹാവ് ടു ചൂസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡിസീസ് ആൻഡ് ദി പേഷ്യൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എല്ലാം നമ്മളിപ്പം എല്ലാ കേസിനും ഔട്ട്റൈറ്റ് ആയിട്ട് ഹെർണിയ കീഹോള സർജറി നല്ലതെന്ന് ഞാൻ പറയില്ല, ഓപ്പൺ സർജറി നല്ലതെന്ന് പറയാം. യു ഹാവ് ടു ഡിപ്പെൻഡിങ് അപ്പോൺ ദി പേഷ്യൻറ്റ് യു ചൂസ്. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചായിരിക്കും. അല്ല അത് ബിൽറ്റ് അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുമോ ഈ ലാപ്രോസ്കോപ്പി ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുമ്പോഴേ? ഡെഫിനറ്റായിട്ടും നമ്മൾ അസുഖവും പേഷ്യൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം ഡിപ്പെൻഡ് ചെയ്യാൻ ദി ലോക്കലി അവൈലബിൾ എക്സ്പെർട്ടൈസ്. നമ്മുടെ പല പേഷ്യൻസും പറഞ്ഞ് കേട്ടാണല്ലോ ലാപ്രോസ്കോപ്പിക്ക് വരുന്നത്. അപ്പോൾ മറ്റേ സർജറിയേക്കാളും നല്ല ഇതാണെന്ന് ആരെങ്കിലുമൊക്കെയോ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ വി നീഡ് എ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് വരുന്നത്. അവിടെ പക്ഷേ ആ ഡിസിഷൻ പേഷ്യൻ്റ് ഡോക്ടർക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് അല്ലേ? അത് ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് വേണ്ടാന്ന് എപ്പോഴും നല്ലത്. നമ്മൾ അതിൻ്റെ എപ്പോഴും നമ്മൾ മാർഗത്തിലല്ല ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർജറി ചെയ്യുന്നതിന് 3 ഗോൾസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാൻ പറ്റണം. 2, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സേഫായിട്ട് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പേഷ്യൻറ്റിന് പരമാവധി ബുദ്ധിമുട്ട് കുറവുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം. ഇതിനകത്ത് ഈ ആദ്യത്തെ 2 കാര്യങ്ങളും, അതായത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യണമെന്നും സേഫായിട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മൂന്നാമത്തെ കാര്യം, ഒരു പക്ഷേ ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ കാര്യം ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നതിനുള്ള ആക്സസിനുള്ള അത് ബുദ്ധിമുട്ടുകൾ പേഷ്യൻറ്റ് കുറയ്ക്കുന്നത്, ആ കാര്യം നമുക്ക് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയേക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ആദ്യത്തെ 2 സേഫ്റ്റിക്കോ നമ്മൾ പ്ലാൻ ഫോർ സർജറിയോ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം ദി ചോയ്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി പേഷ്യൻറ്റ് ഡിസീസ് ആൻഡ് സർജൻ ക്യാരക്ടറിസ്റ്റിക്സ്. അല്ല, ഇതിപ്പം പേഷ്യൻ്റ് ആദ്യം പറഞ്ഞ അനസ്തേഷ്യ വേണം, അതിന് ചിലപ്പം മറ്റേനേക്കാളും കൂടുതൽ ടൈം വേണ്ടി വരും, സർജറിയുടെ ടൈം കൂടുതലായിരിക്കും, എക്യുപ്മെൻറ്റ്സ് കോസ്റ്റ്ലിയാണ്. അപ്പോൾ പേഷ്യൻ്റ് ഇതിൻ്റെ ഫൈനൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇത് ലാപ്രോസ്കോപ്പിലോട്ട് ഈ പേഷ്യൻ്റ് പോകുന്നതുകൊണ്ട് അവർക്ക് എന്തൊക്കെ കൊടുക്കാം? അവർക്ക് അഡീഷണൽ ആയിട്ട് എന്താണ് ബെനിഫിറ്റ്സ്?
ഇതും പൊതുജനങ്ങളുടെ ഇടയിലുള്ളൊരു കോമൺ ഫീലിംഗ്. ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കോസ്മെസിസ് ആണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം സർജറി കഴിഞ്ഞിട്ടൊരു പേഷ്യനെ കാണുമ്പം ആ ചെറിയ 2-3 പാടുകൾ നേരെ മറിച്ച് ഓപ്പൺ ചെയ്ത് സർജറി ചെയ്ത ഒരാൾക്ക് വലിയൊരു പാട്, അതാണ് പ്രകടമായിട്ടും അതാണ് ആൾക്കാരുടെ ഇടയിൽ കാണുന്നതെങ്കിലും ആൾക്കാരുടെ ഇടയിൽ ധാരണ ഉള്ളതെന്നുണ്ടെങ്കിലും അതതിൻ്റെ ഒരു ചെറിയ ഒരു ആസ്പെക്റ്റ് മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ ചെറിയ ഇൻസിഷൻ ഇടുമ്പം നാച്ചുറലായിട്ടും പെയിൻ കുറവായിരിക്കും, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ ഇൻസിഷൻ ചെറുതാവുമ്പോൾ ഇൻഫെക്ഷനുള്ള ചാൻസസും കുറവായിരിക്കും. പക്ഷേ ഇത് എല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ സർജറി കഴിഞ്ഞ് പേഷ്യൻ്റ് പെട്ടെന്ന് നോർമൽസിയിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗോൾ ബ്ലാഡർ സർജറി ഓപ്പൺ ചെയ്തതും കീഹോൾ ചെയ്തതും 2 പേഷ്യൻസ് ഒരു പിറ്റേ ദിവസം നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഓപ്പൺ കഴിഞ്ഞ പേഷ്യൻ്റ് മിക്കവാറും പെയിനിലോ അല്ലെങ്കിൽ ചെറിയ സെഡേറ്റഡോ ആയിട്ട് കിടക്കായിരിക്കും. നേരെ മറിച്ച് കീഹോൾ സർജറി ചെയ്ത പേഷ്യൻ്റ് പിറ്റേ ദിവസം രാവിലെ ചായയൊക്കെ കുടിച്ചോ പത്രം വായിച്ചോ ഒക്കെ ഇരിക്കുന്നത് കാണാം. സോ റിക്കവറി ഫ്രം സർജറി ഈസ് വെരി ഫാസ്റ്റ് വിത്ത് കീഹോൾ സർജറി. മെയിൻ അഡ്വാൻറ്റേജ് അതാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ പലപ്പോഴും നമുക്ക് സർജറി കഴിഞ്ഞ് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയേക്കും. അപ്പോൾ പെയിൻ കുറവും അതുപോലെ തന്നെ ടൈം അവിടെ ഹോസ്പിറ്റലിൽ സ്റ്റേ കുറയ്ക്കാൻ പറ്റും. ഫാസ്റ്റർ റിട്ടേൺ ടു വർക്ക്. അവർക്ക് മിനിമം ടൈം കൊണ്ട് ദേ ആർ ഏബിൾ ടു റിട്ടേൺ ബാക്ക് ടു നോർമൽസി ആൻഡ് അവരുടെ അധികം ലീവ് എടുക്കാണ്ടും അധികം റെസ്റ്റ് ഇല്ലാണ്ടും ദേ ആർ ഏബിൾ ടു ഗോ ബാക്ക് ടു വർക്ക് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ്. അതിനകത്തൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമുക്ക് അതുമൂലം ഉണ്ടാകുകയാണ്. ദ സെയിം ടൈം ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റ് വെൻ യു കമ്പയർ വിത്ത് ദി നോർമൽ റുട്ടീൻ സർജറി എങ്ങനെയാണ് അത്? കീഹോൾ സർജറിക്ക് ഡെഫിനറ്റ്ലി ഓപ്പൺ സർജറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. ബിക്കോസ് അതിനകത്ത് സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓപ്പൺ സർജറിക്ക് ഓൾ ദറ്റ് യു നീഡ് ഇസ് ദി കൺവെൻഷണൽ ഇൻസ്ട്രുമെൻറ്റ് ടേബിൾ ആൻഡ് അനസ്തീഷ്യ. അതിനുപരി ലാപ്രോസ്കോപ്പിക് സർജറി ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. എന്നാൽ ഓൺലി യു ക്യാൻ ഗോ ഹെഡ് വിത്ത് ദി സർജറി. പിന്നെ യു നീഡ് ഗുഡ് ക്വാളിറ്റി മോണിറ്റർ, TV മോണിറ്റർ, അതിൻ്റെ കേബിൾസ്, സക്ഷൻ അപ്പാരറ്റസ് കണക്ട് ചെയ്യുന്ന ഇത് ഇൻസ്ട്രുമെൻറ്റേഷൻ. സോ ദർ ആർ എ ലോട്ട് ഓഫ് അഡീഷണൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. പിന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഹേർണിക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന മെഷ് കൺവെൻഷണൽ മെഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം യു നീഡ് എ മോർ കോസ്റ്റ്ലിയർ മെഷ് ഫോർ ദാറ്റ്. ഇപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് സർജറി വിൽ ബി മോർ. ബട്ട് പേഷ്യൻറ്റിന് പലപ്പോഴും കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നത് ഹോസ്പിറ്റൽ സ്റ്റേയിൽ കട്ട് ഡൗൺ ചെയ്യാൻ. മെഡിക്കേഷൻസ് ഇതിനാവശ്യമുള്ള മെഡിക്കേഷൻസ് കുറവ് മതിയാവും. എല്ലാ ടൈപ്പ് സർജറിക്കും ഏത് കാര്യത്തിനും ഒരു ഡ്രോബാക്ക് ഉണ്ടാവുമല്ലോ. അതിനൊരു സൈഡ് എഫക്റ്റോ ഡ്രോബാക്ക് എന്നോ എന്തോ വേണമെങ്കിലും പറയാം. ലാപ്രോസ്കോപ്പിക്ക് എന്തെങ്കിലും അങ്ങനെയുണ്ടോ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ? ഡ്രോബാക്സ് പ്രധാനമായിട്ടും ഇതിന് ഇൻസ്ട്രുമെൻറ്റേഷൻ കൂടുതലാണ്. സോ യു നീഡ് എ ബിഗർ ടീം വർക്ക്. കൂടുതൽ ടീം വർക്ക് ആവശ്യമാണ്. ഒരു ഇൻഡിവിജ്വൽ സർജനോ നഴ്സോ അനസ്തറ്റിസ്റ്റോ മാത്രം വിചാരിച്ചാൽ പലപ്പോഴും പറ്റത്തില്ല. യു നീഡ് നമ്മളിപ്പം എൻ്റെ ലാപ്രോസ്കോപ്പി കൂടെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന കാര്യം കാണണമെന്നുണ്ടെങ്കിൽ അത് ക്യാമറ നല്ലതുപോലെ പിടിച്ചു തരാൻ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാവണം. സർജൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ഹീ ഷുഡ് ബി ട്രെയിൻഡ് ഇൻ ലാപ്രോസ്കോപ്പിക് സർജറി. പിന്നെ ദി കോസ്റ്റ് ഫാക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഡെഫിനറ്റായിട്ടും കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് മോർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ദി മെറ്റീരിയൽസ് യൂസ്ഡ്. ടൈം ഓഫ് സർജറി ഓൾസോ ഈ ലാപ്രോസ്കോപ്പിയിൽ കൂടുതൽ ദൈർഘ്യമുള്ളതായിരിക്കും മിക്കവാറും പ്രൊസീജിയേഴ്സ്. എല്ലാത്തരം പേഷ്യൻസിലും നമുക്ക് ലാപ്രോസ്കോപ്പി അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? ഏതെല്ലാം പേഷ്യൻസിന് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യാം? പ്രധാനമായിട്ടും നമുക്ക് 3 കാര്യങ്ങൾ. ഒന്ന്, അസുഖം എന്തിനാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നത്? സേഫായിട്ട് നമുക്ക് ആ അസുഖത്തിന് ലാപ്രോസ്കോപ്പിക് സർജറി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എല്ലാ അസുഖത്തിനും ഒരേപോലെ പറഞ്ഞു. ഇപ്പം മേജർ ഓർഗൻസിനിടയിൽ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കോംപ്ലെക്സ് സിറ്റുവേഷൻസിന് യു ഷുഡ് ബി കെയർഫുൾ ഇങ്ങനെ ലാപ്രോസ്കോപ്പി ചൂസ് ചെയ്യുന്നതിന്. സെക്കൻഡ് ഫാക്ടറും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറും പേഷ്യൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് പേഷ്യൻറ്റിന് ഇപ്പം അസോസിയേറ്റഡ് ആയിട്ട് ഹാർട്ട് ഡിസീസ് ഉള്ളവരാവാം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, പ്രായാധിക്യം, മറ്റസുഖങ്ങൾ. അപ്പം അങ്ങനെയുള്ളൊരു ആസ്പെക്ട്സിൽ ജനറൽ അനസ്തീഷ്യയിൽ ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് ലാപ്രോസ്കോപ്പിയിൽ അതൊട്ടും കുറയുന്നില്ല. അപ്പം പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു ധാരണ ഉള്ളത് ഇപ്പം ഇത് ഓപ്പൺ സർജറി റിസ്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞു, എന്നാൽ പിന്നെ ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ചാണ്. ഓപ്പൺ സർജറി റിസ്ക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ലാപ്രോസ്കോപ്പിയിൽ അതിനെക്കാട്ടി റിസ്ക്കാണ്. അപ്പം അതൊരിക്കലും നമ്മൾ ആ ചെയ്യുന്ന പ്രൊസീജിയർ ഡൈല്യൂട്ടഡ് ആവുന്നില്ല. അനസ്തീഷ്യയ്ക്കുള്ള റിസ്ക് ലാപ്രോസ്കോപ്പിക്ക് അതേപോലെ ഹോൾഡ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഫാക്ടർ സർജൻ ഫാക്ടറാണ്. അതായത് സർജന് ആ പെർട്ടിക്കുലർ കേസ് ചെയ്തുള്ള കോമ്പിറ്റൻസും എക്സ്പെർട്ടൈസും ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് അപ്പ് ദി സർജറി സേഫ്ലി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എല്ലാ കീഹോൾ സർജൻസും
നല്ല ഓപ്പൺ സർജൻസും കൂടെ ആവണം. കാരണം നമുക്കൊരു പ്രോബ്ലം വന്നാൽ എപ്പോഴും നമ്മുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഓപ്പൺ സർജറി. എന്ത് പ്രോബ്ലം ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും യു ആർ ഏബിൾ ടു ടാക്കിൾ ഇറ്റ് ബൈ ഓപ്പണിംഗ് അപ്പ് ദി സർജറി. കോംപ്ലിക്കേഷൻസ് ക്യാൻ ഒക്കർ എനി ടൈം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് തുറക്കാൻ പറ്റുന്ന കോമ്പിറ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. കാര്യം ഈ പേഷ്യൻസിൻ്റെ ഒരു രീതിയുണ്ട്. ഓപ്പൺ സർജറി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഉടനെ എന്നാൽ ലാപ്രോസ്കോപ്പി ഇച്ചിരി പൈസ കൂടിയാലും നമുക്ക് ലാപ്രോസ്കോപ്പി അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ അതിലൊരു പ്രോബ്ലം ഇല്ലെന്ന് ആദ്യമേ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് വരുന്നത്. പക്ഷേ അത് അങ്ങനെ ആവണമെന്നില്ല അല്ലേ? ക്യാൻ ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. ക്യാൻസർ പേഷ്യൻസിന് എത്രമാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം? ഒരുപാട് ഫിയേഴ്സ് ഉണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു. ഈ ക്യാൻസർ സർജറി നമുക്ക് ഇഫക്റ്റീവായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കോംപ്രമൈസ്ഡ് ആകുന്നുണ്ടോ ഇല്ലയോ. ഇത് എസ്പെഷ്യലി ലാർജ് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസറിൽ ഇത് ഒരുപാട് വൻകുടലിലെ ക്യാൻസറിൽ ഒരുപാട് ഗവേഷണങ്ങൾ ചെയ്ത് ഇത് ഇപ്പം ഓൾമോസ്റ്റ് ക്ലിയർ കട്ടായിട്ട് പ്രൂവ് ചെയ്തെന്ന് തന്നെ പറയാം. ഓപ്പൺ സർജറി ചെയ്യുന്നതും ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതും തമ്മിൽ ഔട്ട്കത്തിന് ഒരു വ്യത്യാസവും. മീൻസ് നമ്മൾ ഓപ്പണിൽ എന്തെല്ലാം ചെയ്യുന്നു അത്ര ഇഫക്റ്റീവായിട്ട് തന്നെ ലാപ്രോസ്കോപ്പിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ കീഹോൾ സർജറി ചെയ്യുമ്പോൾ ആ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ് റിക്കവറിയും കീഹോൾ സർജറിയുടെ മറ്റുള്ള ബെനിഫിറ്റ്സ് എല്ലാം അതേപോലെ തന്നെ നിലനിർത്താനും പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ കീഹോൾ സർജറി ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ക്യാൻസർ പേഷ്യൻ്റ് അത് ടൈപ്പ് ഓഫ് ക്യാൻസർ അല്ലേ? ടൈപ്പ് ഓഫ് ക്യാൻസർ, ഏത് ഓർഗനിലാണ് ക്യാൻസർ ബാധിച്ചേക്കുന്നത്, പിന്നെ ആ ഡിസീസ് ഇപ്പം ലോക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത്ര എഫക്റ്റീവായിട്ട് ലാപ്രോസ്കോപ്പിക്കലി ഡീൽ ചെയ്യാൻ പറ്റും. അപ്പം വി ഹാവ് ടു ചൂസ് ഡിപ്പെൻഡിങ് അപ്പോൺ അഗെയിൻ ഈ ഡിസീസിൻ്റെ ഫാക്ടേഴ്സും പേഷ്യൻറ്റിൻ്റെ ഫാക്ടേഴ്സും സർജൻ്റെ കോമ്പിറ്റൻസും ഒക്കെ ബേസ് ചെയ്തിട്ട് വി ഡിസൈഡ്. ഇപ്പം പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നുന്നില്ല, ഒരുപാട് മാർക്കറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ വണ്ണമുള്ളവരെ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നൊരു ഇതുണ്ട്. എത്രമാത്രം നമുക്ക് ലാപ്രോസ്കോപ്പി ഉണ്ട് ഈ ഒരു ഫാറ്റ്? അത് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കോസ്മെറ്റിക് ഇമ്പോർട്ടൻസ് ആയിരിക്കാം. പക്ഷെ അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോൾ. ഒബീസിറ്റി സർജറി അഥവാ ബാരിയാട്രിക് സർജറി, അതാണ് അതിൻ്റെ കറക്റ്റ് ടെർമിനോളജി. അതിപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, വണ്ണമുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു. ആൾക്കാർ പൊതുവേ ബൈ ആൻഡ് ലാർജ് കൂടുതൽ ഒബീസായി തുടങ്ങുന്നു. നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും പല ഫാക്ടേഴ്സും അസുഖങ്ങളും ഉണ്ട്. പിന്നെ മുമ്പില്ലാത്തതിന് പോലെ ഇപ്പം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സർജിക്കൽ ഓപ്ഷൻസ് അതിന് അവൈലബിൾ ആണ്. മുമ്പ് നമുക്ക് ഈ സർജിക്കൽ ഓപ്ഷൻസ് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ പലപ്പോഴും ഈ സ്ലീവ് ഗ്യാസ്ട്രക്ടമി പോലുള്ള അത്രയും കോംപ്ലക്സ് അല്ലാത്ത സർജറീസ് വഴി നമുക്ക് ഇഫക്റ്റീവായിട്ട് വെയിറ്റ് റിഡക്ഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് അത് കുറച്ചും കൂടെ പോപ്പുലർ ആവുകയും കൂടുതൽ ആൾക്കാർ ചെയ്യുകയും ചെയ്യുന്നു. വിനോദ് പറഞ്ഞ പോലെ ഇതിനകത്തൊരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റ് ഉണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ഡെഫിനറ്റായിട്ട് മാർക്കറ്റിംഗ് ആസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു വണ്ണമുള്ള ഒരാൾക്ക് സർജറി ഈസ് നോട്ട് ദി immediate answer for obesity. That should be the last resort. നമ്മൾ ഡയറ്റ് റിഡക്ഷനും എക്സസൈസും എല്ലാം കഴിഞ്ഞ് മറ്റുള്ള ഓപ്ഷൻസ് എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷമേ ഇഫ് യു ഫൈൻഡ് ദറ്റ് ഒബീസിറ്റി മറ്റുള്ള രോഗങ്ങൾ ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പുള്ളിയുടെ മൊബിലിറ്റി, ആർത്രൈറ്റിസ്, അതിനെല്ലാത്തിനും ഒരു റീസൺ ആണെന്ന് കണ്ടാൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി വഴി നല്ല വെയിറ്റ് റിഡക്ഷൻ, റീസണബിൾ ക്വാളിറ്റി ഓഫ് ലൈഫ് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഇൻ ഷോർട്ട് ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു? വെയിറ്റ് റിഡക്ഷൻ സർജറി ബേസിക്കലി നമുക്ക് ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു സർജറിയാണ് ഏറ്റവും ഫുൾ പ്രൂഫായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കുറച്ച് കോംപ്ലക്സ് സർജറിയാണ് അത്. ദാറ്റ് ഈസ് വൺ ഫോം ഓഫ് വയറിൻ്റെ ഭാഗം ഇല്ല, അത് ബേസിക്കലി അതിനകത്ത് ചെയ്യുന്നത് ആമാശയത്തിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ചെറുതാക്കും. ഇത് അതിനകത്ത് ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തൊരു സ്മോൾ ഇതാക്കുക, എന്നിട്ട് ആ സ്മോൾ പൗച്ചിനകത്തേക്ക് ചെറുകുടൽ ജോയിൻ ചെയ്ത് ബൈപ്പാസ് ചെയ്യുന്നത്. പേഷ്യൻ്റ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറയുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് പേഷ്യൻ്റ് വളരെ കുറച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഒരു ഈസിലി റിവേഴ്സിബിൾ സർജറി അല്ല. സോ ഇറ്റ് ഹാസ് ഒരു ടെക്നിക്കൽ കോമ്പിറ്റൻസ് ആവശ്യമുള്ളതാണ്. ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ പ്രൊസീജിയർ. കുറച്ചും കൂടെ റീസെൻ്റ് ആയിട്ട് കൂടുതൽ പോപ്പുലറായി വന്നേക്കുന്ന ഒരു സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആമാശയം അഥവാ സ്റ്റൊമക്ക് എന്ന് നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറയുന്നത്, അതിനെ ഒരു നീളത്തിലുള്ള ഒരു ചെറിയ ട്യൂബാക്കി മാറ്റുകയാണ്. അവിടെയും ക്വാണ്ടിറ്റി കുറയ്ക്കുന്നത്. അപ്പോൾ തന്നെ ഒരാൾ കഴിക്കുന്ന ഇപ്പം 4 ഇഡ്ഡലി കഴിക്കുന്ന ഒരാൾ ഒരു ഇഡ്ഡലി കഴിക്കുമ്പോഴേക്കും വയറ്, അപ്പോൾ പുള്ളിക്ക് കൂടുതൽ കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ
വെയിറ്റ് കുറയുന്നതായിട്ട് കാണുന്നു. പിന്നെ ഈ ഫാറ്റ് എടുക്കുന്നെന്ന് പറയുന്നൊരു സംഭവമുണ്ട്, സക്ക് ചെയ്തെടുക്കുന്നൊക്കെ പറയും, ലൈപ്പോസെക്ഷൻ എന്നൊക്കെ പറയാം, എന്താണത്? അത് പൊതുവേ ഞങ്ങളുടെ ഫീൽഡ് അല്ല, അത് ബേസിക്കലി പ്ലാസ്റ്റിക് സർജൻസ് ആണ് കൂടുതൽ ഇത് ചെയ്യുന്നത്, ലൈപ്പോസെക്ഷൻ. പക്ഷേ അതിന് ഇത്രയും ലാർജ് ക്വാണ്ടിറ്റി വെയിറ്റ് റിഡക്ഷൻ ഒട്ടും ഫീസിബിൾ ആവില്ല. അത് കുറച്ചും കൂടെ ഒരു കോസ്മെറ്റിക് ആസ്പെക്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. ഇത് ഓവറോൾ വെയിറ്റ് റിഡക്ഷൻ അത് നല്ല രീതിയിൽ കുറയുമല്ലേ ഇത് നമ്മുടെ ഈ സർജറിയിൽ? ഒരു 100 കിലോ ഉള്ള 130 കിലോ ഉള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയും. നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബോഡി മാസ് ഇൻഡെക്സ് BMI ബേസിസിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു BMI ഒരു 35 മുകളിലുള്ള ആൾക്കാർക്കാണ് സാധാരണ ഈ വെയിറ്റ് റിഡക്ഷൻ സർജറി ഡെഫിനറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. സപ്പോസ് പുള്ളിക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഈ സർജറി ചെയ്യാൻ മറ്റ് അസുഖങ്ങളും മിക്ക ആൾക്കാർക്കും കാണും. സാധാരണഗതിയിൽ ഈ BMI 35 മുകളിലോട്ടുള്ള മിക്ക ആൾക്കാർക്കും അസോസിയേറ്റഡ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ബ്രീതിങ് ഡിഫിക്കൽട്ടീസ്, ജോയിന്റ് പ്രോബ്ലംസ് എല്ലാം മിക്ക ആൾക്കാർക്കും. പേഷ്യന്റ് വന്നാലും ആ സെലക്ഷൻ ഓഫ് സർജറി ബൈ ഓൺലി ഡോക്ടറുടെ ആണ് തീരുമാനിക്കുന്നത് എങ്ങനെ എപ്പോഴും നല്ലത്. യു ഹാവ് ടു ചൂസ് സർജറി ബേസ്ഡ് ഓൺ ദി പേഷ്യന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതെ. നമുക്ക് കൊല്ലം ഇൻ ഹോൾ ആസ് വെൽ ആസ് ഇവിടുത്തെ സെറ്റപ്പിൽ നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് എത്രമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, ഏതെല്ലാം സർജറീസ് നമുക്കിവിടെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും? മെഡിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലാപ്രോസ്കോപ്പിക്കായിട്ട് എല്ലാ എക്വിപ്മെൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഒട്ടുമിക്ക അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്, ചെയ്യുന്നുമുണ്ട്. It depends on the type of patients who come and what surgery നമ്മൾ ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞ ആ സർജറീസും ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? Yes, we are planning to start off the bariatric programs. Bariatric shortly. Yes. ഈ പലപ്പോഴും ലാപ്രോസ്കോപ്പി ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് ഉപയോഗിക്കാറില്ല, ഒരു ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാമോ, എങ്ങനെയാണ്? എപ്പോഴും ഡയഗ്നോസ്റ്റിക് ആയിട്ട് ലാപ്രോസ്കോപ്പി ചൂസ് ചെയ്യുന്നത് മറ്റ് ഓപ്ഷൻസ് എല്ലാം എക്സോസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. ബിക്കോസ് നമുക്കിപ്പം വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഇമേജിങ് ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ പലപ്പോഴും നമുക്ക് CT സ്കാനോ അല്ലെങ്കിൽ MRI വെച്ച് തന്നെ യു ആർ ഏബിൾ ടു മേക്ക് എ ഡെഫിനിറ്റ് ഡയഗ്നോസിസ്. അതൊന്നും പറ്റാത്ത ചില സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ നമുക്കൊരു ഡെഫിനിറ്റ് ടിഷ്യൂ ബയോപ്സി വേറെ ഒന്നും രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ പലപ്പോഴും പെരിട്ടോണിയത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ വയറിനകത്തുള്ള ഏതെങ്കിലും കഴലുകളുടെ ബയോപ്സി എടുക്കുകയോ വല്ലതും വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി, ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്ത് ബയോപ്സി. കൂടുതലും സർജിക്കൽ ആസ്പെക്ട്സിലാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ഉപയോഗിക്കുന്നത്. ഇതിപ്പം ലാപ്രോസ്കോപ്പിയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതിൻ്റെ ഗുണങ്ങൾ പലരും വിചാരിച്ചിരിക്കുന്ന പോലെ ഇത് വളരെ സിമ്പിളായിട്ട് ഇന്ന് വന്ന് നാളെ ചെയ്ത് മറ്റന്നാൾ പോകാം എന്നൊക്കെ പറയുന്നത് പോലെ അല്ല. അതിൻ്റേതായ ടൈം എടുത്ത് ചെയ്യാം. എല്ലാ സർജറിയും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളല്ല, അതൊരു കൺസേൺ സ്പെഷ്യലിസ്റ്റ് ഇൻ ലാപ്രോസ്കോപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാൾക്കാണ് അതിൻ്റെ തീരുമാനം, ഡോക്ടറെ പോലുള്ള ഒരാൾക്കാണ് അതിൻ്റെ തീരുമാനം എടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻസാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. ലാപ്രോസ്കോപ്പി വെച്ചൊരു സർജറി ചെയ്ത് പെട്ടെന്ന് റിക്കവർ ചെയ്ത് തിരിച്ച് ഓഫീസിൽ പോയി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എനിക്കിത് പറ്റുന്ന ഒന്നാണോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായും അവർ മാത്രമല്ല ഡോക്ടറാണ്. തീർച്ചയായും ആ ചെല്ലുന്ന ഡോക്ടർ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇത് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും, എത്ര സമയം അനസ്തേഷ്യ വേണം, എത്ര സമയം ആ സർജറി എടുക്കും, എന്ത് കോസ്റ്റ് അതിനകത്താകും, ഇതെല്ലാം സ്റ്റഡി ചെയ്യുക, മനസ്സിലാക്കുക, പൂർണ്ണമായ ആ തീരുമാനം ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. ഈ ഒരു ചെറിയൊരു മെസ്സേജ് എന്നുള്ള നിലയിൽ പ്രേക്ഷകരോട്, കാര്യം ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്, അപ്പോൾ എന്താണ് നമ്മളുടെ പ്രേക്ഷകരോട് ഇത് പറയാനുള്ളത്? മെസ്സേജിൽ പല കാര്യങ്ങളും മിക്കവാറും വിനോദ് പറഞ്ഞത് തന്നെയാണ്. പറയുവാണെങ്കിൽ ലാപ്രോസ്കോപ്പി ഇന്നത്തെ കാലത്ത് ഹാസ് എ ഡെഫിനിറ്റ് റോൾ. അത് ഓൾഡ് ജനറേഷനിലുള്ള സർജൻസ് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ലാപ്രോസ്കോപ്പിക്ക് ഡെഫിനറ്റായിട്ടും ഹാസ് എ റോൾ ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ. അത് കംപ്ലീറ്റ് ആയിട്ട് കൺവെൻഷണൽ സർജറി റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം എപ്പോഴും ഗോൾഡ് സ്റ്റാൻഡേർഡ് കൺവെൻഷണൽ സർജറി തന്നെയാണ്, ഇനി യാതൊരു സംശയമില്ല. പിന്നെ ഏത് പേഷ്യൻറ്റിന് ലാപ്രോസ്കോപ്പി ചൂസ് ചെയ്യണം, എന്ത് സർജറി ചെയ്യണം, ഇതെല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത് ഡോക്ടറാണ്. അത് പേഷ്യൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സർജൻ്റെ കോമ്പിറ്റൻസ്, അസുഖത്തിൻ്റെ സിറ്റുവേഷൻ എല്ലാം വെച്ച് ബേസ് ചെയ്തിട്ട് ഒരു യുക്തമായ ഡിസിഷൻ എടുത്ത് ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ലാപ്രോസ്കോപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ ഈ ബിസി ഷെഡ്യൂളിൽ ഞങ്ങളുടെ കൂടെ വന്ന് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതിന് വളരെ നന്ദി. ഇനിയും ഡോക്ടറുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇനിയുള്ള എപ്പിസോഡുകളിൽ വളരെ നന്ദി. നമസ്കാരം. ഇന്നത്തെ മെഡിക്കൽ വണ്ടറിൽ
ധാരാളം കൊളസ്ട്രോളിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിരിക്കുക. അതും കൂടുതൽ കേട്ടിരിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ എന്താണെന്നും ചീത്ത കൊളസ്ട്രോൾ മൂലം എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, ഹാർട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നതിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ നല്ല കൊളസ്ട്രോളിനെ കുറിച്ചുള്ളൊരു കണ്ടുപിടുത്തമാണ് ഇന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഒരു സ്റ്റഡിയിൽ പറയുന്നത് HDL, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, ഇതാണ് നല്ല കൊളസ്ട്രോൾ. LDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, അതാണ് ചീത്ത കൊളസ്ട്രോൾ. ഹാർട്ടിനും ബ്രെയിനും ഒക്കെ തകരാറുണ്ടാക്കുന്നത് LDL ആണ്. രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി അങ്ങനെ രക്തക്കുഴലിൽ ചുരുങ്ങി ഹാർട്ടിനുള്ള രക്തം കുറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നു. ബ്രെയിനിലോട്ടുള്ളത് അടയുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രോബ്ലം വരുമ്പം സ്ട്രോക്ക് പോലുള്ള സിംറ്റംസ് കാണിക്കുന്നു. പക്ഷേ ഈ LDL കൂടുന്നതിനൊപ്പം HDLൻ്റെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല കൊളസ്ട്രോൾ അതായത് HDL അവരൊരു സ്റ്റഡിയിൽ പറയുന്നത് ഒരു 55 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 55 വയസ്സുള്ള ഒരാൾക്ക് ലോ HDL ആണെങ്കിൽ, നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറവാണെങ്കിൽ മെമ്മറി ലോസിനുള്ള സാധ്യത, അതായത് ഓർമ്മക്കുറവ് മൂലം വരുന്ന അസുഖങ്ങൾ, അൽഷൈമേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ്. അപ്പം നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്ന ഒരു ജോലിയും കൂടെ നമ്മൾ ഏറ്റെടുത്ത് ഒക്കത്തുള്ളൂ. അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സ്റ്റഡിയിൽ പറയുന്നത് 60 വയസ്സിന് ശേഷം HDL കൊളസ്ട്രോൾ കുറവാണെങ്കിൽ അത് ഏകദേശം 50% മെമ്മറി ലോസിനുള്ള സാധ്യതകളുണ്ടെന്നുള്ളതാണ്. ഒരു ബ്രിട്ടീഷ് പഠനത്തിൽ അവർ പറയുന്നത് 55 വയസ്സുള്ള ഒരാൾക്ക് നല്ല കൊളസ്ട്രോൾ കുറവാണെങ്കിൽ ഏകദേശം 27% ചാൻസസ് മെമ്മറി ലോസിന്, അതായത് ഓർമ്മശക്തിക്കുള്ള കുഴപ്പം വരാനുള്ള സാധ്യതയുണ്ടെന്ന്. 60 വയസ്സുള്ള ഒരാൾക്ക് നല്ല കൊളസ്ട്രോളായ HDL കുറവാണെങ്കിൽ ഏകദേശം 53% അയാൾക്ക് മെമ്മറി ലോസ് ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പം നല്ല കൊളസ്ട്രോൾ നമ്മുടെ കൂടെ നല്ലതായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെമ്മറി ലോസ്, അതായത് ബ്രെയിനെ ബാധിക്കുന്ന ഈ മെമ്മറി ലോസ്, അതായത് ഓർമ്മക്കുറവെന്നുള്ള അസുഖത്തിൽ നിന്ന്, അൽഷൈമേഴ്സ് പോലുള്ള അസുഖത്തിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നല്ല കൊളസ്ട്രോൾ നല്ല രീതിയിലുണ്ടാകുന്നത് തീർച്ചയായും ഈ പഠനങ്ങൾ തെളിയിക്കുന്നത് നമുക്ക് ഭാവിയിൽ ഒരു അൽഷൈമേഴ്സോ അല്ലെങ്കിൽ ഓർമ്മ ശക്തി പോകുന്ന ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചാൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അസുഖങ്ങൾ ഈ HDL ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ നമ്മളെപ്പോഴും ഫാസ്റ്റിങ്ങിൽ പോയി എടുക്കുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റ് തന്നെ എടുക്കണം. അതിനകത്ത് നല്ലതിൻ്റെയും ചീത്തതിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള അളവുകൾ വരും. അത് ചീത്ത കൊളസ്ട്രോൾ കൂടിയിരിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കുക, നല്ലത് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിനൊരു ഇൻഡിക്കേഷനാണ് ഭാവിയിൽ നിങ്ങൾക്ക് മെമ്മറി ലോസ് വരാമെന്ന് ഈ പഠനങ്ങൾ തെളിയിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവും മറ്റൊരു അതിഥിയുമായി കാണാം. നമസ്കാരം.